മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കം, കൊലപാതകമെന്ന് സംശയം. ശതാഭിഷേകം നിറവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ. പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സര രംഗത്ത് നിന്ന് മാറിയതെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ വന്ന മാറ്റം ജനങ്ങളെ നേതാക്കളിൽ നിന്ന് അകറ്റിയതായും തേറമ്പിൽ. കേരള ലോട്ടറി ടിക്കറ്റ് നിരക്കും സമ്മാന ഘടനയും മാറ്റിയത് തിരിച്ചടിയാകുന്നു. ടിക്കറ്റ് വിൽപ്പന കുത്തനെ കുറഞ്ഞതായി വിൽപ്പനക്കാർ. ലോട്ടറി വിൽപ്പന മേഖല പ്രതിസന്ധി. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് അനുകൂല തീരുമാനം വന്നതോടെ ഗുരുവായൂരിലും പ്രതീക്ഷയുടെ ചൂളംവിളി. ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാകാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുമെന്ന പ്രതീക്ഷ. തൃശൂർ മൃഗശാലയുടെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല. നടത്തറ പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് മെമ്പർമാർ ഉപരോധിച്ചു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഉപരോധ സമരത്തിനിടെ ഭരണസമിതി അംഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടതായി പരാതി. ആരോപണം തെറ്റാണെന്നും സ്വയം നിലത്ത് വീഴുകയാണ് ഉണ്ടായതെന്നും കോൺഗ്രസ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കടവലൂപ്പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് യാത്രക്കാർക്ക് ആശങ്കയ്ക്ക് ഇടയാക്കും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. കാറളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരൻ, ഭാര്യ 74 വയസ്സുള്ള മണി, മകൾ 43 വയസ്സുള്ള രേഖ എന്നിവരെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വീട്ടിനുള്ളിലെ വസ്തുക്കൾ അലങ്കോലമായ നിലയിലാണ്. മകൾ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. ഇയാളെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നൽകിയിരുന്നതായി സഹോദരി പറഞ്ഞു. കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ നിന്നും രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, പടിയൂരിലെ അമ്മയുടെയും മകളുടെയും മരണം കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്കാണോ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്? അത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ എത്തരത്തിലുള്ള സൂചനകളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്? സംഭവത്തിൽ പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ കൊലപാതകമെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. ഫോറൻസിക് വിഭാഗം മറ്റും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പടിയൂർ കാറളം വെള്ളാനി സ്വദേശികളായ പടിയൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൈതവളപ്പിൽ മണി, മകൾ രേഖ എന്നിവരെയാണ് ഇന്ന് മരിച്ച നിലയിൽ, വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം രേഖ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇയാൾ കുറച്ചു ദിവസം മുമ്പ് വീട്ടിലെത്തുകയും ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാകേഷ്, മണിയും മകൾ രേഖയും മാത്രമാണോ വീട്ടിൽ ഉണ്ടായിരുന്നത്? ഇവർ മറ്റ് അയൽക്കാരുമായി അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണോ? കാരണം മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ദിവസം ആളുകളെ പുറത്ത് കണ്ടില്ലെങ്കിൽ പോലും ആരെങ്കിലും അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അയൽവാസികളുമായി അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ്. മണിയുടെ മറ്റൊരു മകൾ അമ്മയെ 2 ദിവസമായി ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ വീടിനുള്ളിൽ കണ്ടെത്തിയത്. കാറളത്തിൽ നിന്ന് 4 മാസം
മൊത്തമായിട്ടുള്ള പടിയൂരിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അയൽക്കാരുമായി അധികം ബന്ധമില്ലാത്ത സ്ഥിതിയിലാണ് ഇവർക്കുള്ളത്. ഇതിനെ തുടർന്ന് നാട്ടുകാരും മകളും നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം വൈകിട്ട് ഇന്ന് കണ്ടെത്തിയത്. ശരി, രാകേഷ്, വിവരങ്ങൾ നൽകിയതിന്. പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ വരികയും ഇവരുമായി പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു പോവുകയും ചെയ്തതായി പറയുന്നുണ്ട്. എന്തായാലും മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. വാടക വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. നേരത്തെ മറ്റൊരിടത്ത് താമസിച്ചിരുന്നവർ അധികമായിട്ടില്ല ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ അയൽക്കാരുമായി അധികം ബന്ധം പുലർത്തിയിരുന്നില്ല. അതാണ് ഇത്രയും നാൾ ഇവരെ കാണാതിരുന്നിട്ടും അന്വേഷണം ഉണ്ടാകാതിരുന്നത്. മണിയുടെ മകൾ, രണ്ടാമത്തെ മകൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അമ്മയെ വിളിച്ച് കിട്ടാതിരുന്നതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയതും മൃതദേഹങ്ങൾ കണ്ടെത്തിയതും. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് രാകേഷ് ഇരിങ്ങാലക്കുടയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സര രംഗത്ത് നിന്ന് മാറിയതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ വന്ന മാറ്റം ജനങ്ങളെ നേതാക്കളിൽ നിന്ന് അകറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ശതാഭിഷേക നിറവിൽ നിൽക്കുന്ന തേറമ്പിൽ TCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു. 84-ന്റെ നിറവിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട സന്തോഷത്തിൽ ചരിത്രവും വർത്തമാനവും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും തേറമ്പിൽ രാമകൃഷ്ണൻ പങ്കുവച്ചു. ഒരിക്കൽ പോലും അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾ കടന്നിട്ടില്ലാത്ത ഈ നേതാവിന്റെ പ്രതികരണങ്ങൾ പോലും അളന്നുമുറിച്ച് കേരളത്തിൽ UDFന് തിരിച്ചുവരാൻ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തൃശൂരിൽ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ UDF പരാജയപ്പെടുന്നതിൽ മാറ്റം വരണം. അതിനുള്ള നിർദ്ദേശം ഇങ്ങനെ: സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിലേ ജനഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടും. KPCC തലപ്പത്ത് വന്ന സംഘടനാപരമായ മാറ്റങ്ങളിലും പ്രതികരണമുണ്ടായി. ഇന്നത്തെ ശൈലിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ജനകീയ അംഗീകാരം കിട്ടാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സാധ്യമല്ല. ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ അല്ല, സകല പാർട്ടികൾക്കും വന്നിട്ടുള്ള ഒരു മൂല്യച്യുതിയാണ്. 30 വർഷം MLA ആയിട്ടും മന്ത്രിസ്ഥാനം തേടി വരാത്തതിൽ നിരാശയില്ല. എനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെ പരമാവധി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ള അർഹത മറ്റുള്ളവർ തീരുമാനിക്കില്ല. മുതിർന്ന നേതാവിന് യുവതലമുറയോടും പറയാനുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ന് സോഷ്യൽ മീഡിയ രാഷ്ട്രീയം ഉപരിപ്ലവമായ പ്രവർത്തനം, തേജോവധം ചെയ്യാൻ, ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്ന നെഗറ്റിവിറ്റിയാണ് പ്രവർത്തനം. 30 വർഷം തൃശൂരിനെ പ്രതിനിധീകരിച്ച തേറമ്പിൽ രാമകൃഷ്ണന് പിറന്നാൾ ആശംസകളുമായി ഒട്ടേറെ പേരാണ് എത്തിച്ചേരുന്നത്. ശതാഭിഷേക നിറവിലും തൃശൂരിലെ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് അദ്ദേഹം. TCV ന്യൂസ്, തൃശൂർ. കേരള ലോട്ടറിയുടെ ടിക്കറ്റ് നിരക്കും സമ്മാന ഘടനയും മാറ്റിയത് തിരിച്ചടിയാകുന്നു. ടിക്കറ്റ് വിൽപ്പന കുത്തനെ കുറഞ്ഞതായി വിൽപ്പനക്കാർ. ലോട്ടറി വിൽപ്പന മേഖല പ്രതിസന്ധിയിൽ. ലോട്ടറി നറുക്കെടുപ്പിന്റെ സമ്മാനഘടന മാറ്റി സമ്മാനങ്ങളുടെ എണ്ണം ഉയർത്തിയാൽ വൻ സ്വീകാര്യത കിട്ടുമെന്നായിരുന്നു ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ. സ്വീകാര്യത കിട്ടിയില്ലെന്ന് മാത്രമല്ല, വൻ തിരിച്ചടിയാവുകയും ചെയ്തു. ടിക്കറ്റുകളുടെ വിൽപ്പന പകുതിയോളം കുറഞ്ഞതായി ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. മെയ് 2 മുതലാണ് പുതിയ സമ്മാനഘടന നടപ്പാക്കിയത്. ഒന്നാം സമ്മാനം 1 കോടി രൂപയായി ഉയർത്തി. ടിക്കറ്റ് നിരക്ക് 40 നിന്ന് 50 രൂപയാക്കി. ഒരു നറുക്കെടുപ്പിൽ 3 ലക്ഷം സമ്മാനം നൽകിയിരുന്നിടത്ത് അത് ഇരട്ടിയാക്കി. പക്ഷേ സമ്മാനങ്ങളുടെ തുക കുറച്ചു. 1 കോടിയിൽ പരം ടിക്കറ്റ് അടിച്ചിരുന്നിടത്ത് ലോട്ടറി വകുപ്പ് 10 ലക്ഷം ടിക്കറ്റ് കുറച്ചിട്ടുണ്ട്. പക്ഷേ ടിക്കറ്റ് നിരക്ക് കൂട്ടിയതിനാൽ ലോട്ടറി വകുപ്പിന് നഷ്ടമില്ല, കൂടുതൽ ലാഭം മാത്രം. എന്നാൽ വയറ്റത്തടിച്ചത് ലോട്ടറി വിൽപ്പനക്കാർക്കാണ്. പതിവായി ലോട്ടറി എടുക്കുന്നവർ എടുക്കുന്ന ടിക്കറ്റിന്റെ എണ്ണം കുറച്ചു. എന്നിട്ടും ടിക്കറ്റ് ബാക്കിയാവുകയാണെന്ന് ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. മെയ് 2-ാം തീയതിക്ക് ശേഷം വളരെ മോശമാണ് കച്ചവടം. പകുതി ആണല്ലോ ടിക്കറ്റ് വിൽക്കണില്ല. പല ദിവസങ്ങളിൽ ബാക്കിയാണ്, കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കച്ചവടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത അവസ്ഥയാണ് ഇപ്പോൾ. ലോട്ടറി ടിക്കറ്റിന്റെ വില 40 രൂപയിൽ നിന്ന് 50 രൂപയാക്കിയത് തിരിച്ചടിയായതായി പറയുന്നു. വിൽപ്പന കമ്മീഷനും പ്രൈസ് കമ്മീഷനും കുറച്ചു. ലോട്ടറി വിൽപ്പനയോടെയുള്ള ഉപജീവനവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിസന്ധിയിലാണെന്ന് സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. അങ്കമാലി ശബരി റെയിൽപാതയ്ക്കുള്ള നടപടികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുകൂല തീരുമാനം വന്നതോടെ ഗുരുവായൂരിലും പ്രതീക്ഷയുടെ ചൂളംവിളി. ഗുരുവായൂർ തിരുനാവായ പാതയുടെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ ഇടപെടൽ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ക്ഷേത്രനഗരിയുടെ വികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന പദ്ധതിയാണ് ഗുരുവായൂർ തിരുനാവായ റെയിൽപാത. വടക്കോട്ടുള്ള ഈ പാത യാഥാർത്ഥ്യമായാൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം.
1982 പ്രഖ്യാപനം നടന്നെങ്കിലും പാത പേരിലൊതുങ്ങി. ആദ്യം ഗുരുവായൂർ കുറ്റിപ്പുറം, പിന്നീട് തിരൂരും താനൂരും, ഒടുവിൽ തിരുനാവായയുമായി പദ്ധതിയുടെ പേര് മാറി. 1995 ഡിസംബർ 17 പദ്ധതിക്ക് തറക്കല്ലിട്ടു. ആ വർഷം 37 കോടി രൂപ വകയിരുത്തി. എന്നാൽ ഇപ്പോൾ ചുവപ്പ് സിഗ്നലിൽ കുടുങ്ങിക്കിടക്കുകയാണ് പദ്ധതി. തിരുനാവായയിലേക്കുള്ള 35 കിലോമീറ്റർ ദൂരത്തിൽ പകുതിയിലേറെ സർവേ നടത്താനുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പദ്ധതിക്ക് പുതുജീവൻ നൽകാൻ ജനപ്രതിനിധികളും ശക്തമായി ഇടപെടണം. അത്തരം നീക്കങ്ങൾക്ക് കാത്തിരിക്കുകയാണ് വികസന പ്രേമികൾ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മൃഗശാലയുടെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്ന് മൃഗശാല സൂപ്രണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിലൊന്നാണ് തൃശൂർ മൃഗശാല മ്യൂസിയം. തൃശൂർ ചെമ്പൂക്കാവിൽ 13.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗശാലയുടെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ട് മാസങ്ങളായെങ്കിലും ഇനിയും അത് പുനർനിർമ്മിച്ചിട്ടില്ല. മതിലിന്റെ മറ്റു ഭാഗങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. എന്നാൽ തകർന്നു വീണ ഭാഗത്തെ മതിൽ പുനർനിർമ്മിക്കാനുള്ള പണം PWDക്ക് കൈമാറിയിട്ടുണ്ടെന്നും മതിലിന്റെ മറ്റു ഭാഗങ്ങളും സമയബന്ധിതമായി പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്നും തൃശൂർ മ്യൂസിയം മൃഗശാല സൂപ്രണ്ട് TV അനിൽകുമാർ പറഞ്ഞു. മ്യൂസിയത്തിൻ്റെ മതിലുകളെല്ലാം മതിലിൻ്റെ എല്ലാ ഭാഗവും നന്നാക്കുന്നതിന് നമ്മൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് PWD വിഭാഗത്തിന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PWD ടെൻഡർ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. വൈകാതെ തന്നെ അതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാക്കി. ചുറ്റുമതിൽ നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പുള്ള വർഷങ്ങളൊക്കെ ഓരോ ഭാഗം മോശമായ ഭാഗങ്ങൾ നോക്കി ഘട്ടം ഘട്ടമായിട്ട് അത് മുഴുവനായിട്ടും ചുറ്റുമതിൽ നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഹിപ്പോ കോമ്പൗണ്ടിൻ്റെ ഭാഗത്ത്, അതുപോലെ ക്യാൻറ്റീൻ്റെ സൈഡ്, ഫ്രണ്ട് ഏരിയ മുഴുവനും നമ്മൾ നന്നാക്കിയെടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ. ഇനി അതിൻ്റെ പിറകുവശത്ത് PWDയുടെ ആ ഭാഗമായിട്ട് സിംഹക്കൂടിൻ്റെ പിറകുവശത്തായുള്ള ഏരിയ, അതുപോലെ MTIയുടെ ഭാഗത്തും നന്നാക്കുന്നതിന് PWD വിഭാഗത്തിന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള മൃഗശാലയിൽ കടുവ, സിംഹം, മാനുകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, വിവിധതരം പക്ഷികൾ, മുതലകൾ തുടങ്ങി നിരവധി പക്ഷിമൃഗാദികളുടെയും ഉരകങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. അപൂർവ വൃക്ഷങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ മരങ്ങളും ഇവിടെയുണ്ട്. ദിവസേന ശരാശരി 2000-ഓളം പേർ സന്ദർശിക്കുന്ന ഈ മൃഗശാലയിൽ ശനി, ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 1885 പ്രവർത്തനമാരംഭിച്ച ഈ മൃഗശാലയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. ഈ മതിലിനോട് ചേർന്നുള്ള ഭാഗം അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രവും സാമൂഹിക വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ്. മതിലിന്റെ മുകളിലുള്ള കമ്പിവേലിയും പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുകയാണ്. TCV തൃശൂർ. നടത്തറ പഞ്ചായത്ത് ഓഫീസിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. ഉപരോധ സമരത്തിനിടയിലൂടെ കടന്നുപോവാൻ ശ്രമിച്ച ഭരണപക്ഷ വനിതാ അംഗത്തെ തള്ളിയിട്ടതായും പരാതി. ഗ്രാമസഭാ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗമാണ് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിലും ഉപരോധ സമരത്തിലും കലാശിച്ചത്. ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പകരം ആളെ നിയമിക്കാത്തത് മൂലം തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ഇതിനാൽ പഞ്ചായത്തിലെ മരാമത്ത് പണികളും വീടുകൾക്ക് നമ്പർ നൽകലും നടക്കാതെ ജനങ്ങൾ വലയുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണെന്നും ആരോപണമുയർന്നു. ടെക്നിക്കൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലാണ് ഒരു പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ, പൊതുമരാമത്ത് പ്രവൃത്തികളിൽ ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് നിർമ്മാണ പ്രവൃത്തി കഴിയുമ്പോൾ വീടിന് നമ്പർ ഇട്ട് കിട്ടണമെങ്കിൽ AE പരിശോധിച്ച് കംപ്ലീഷൻ കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് കാലമായിട്ട് നടത്തറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് AE ഇല്ല. ഈ വക നടപടികളൊന്നും ചെയ്യാതെ ഒരു സ്തംഭനാവസ്ഥ നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന നടപടികളിലും അതുപോലെ തന്നെ മറ്റ് ദൈനംദിന നടപടികളിലും ഉണ്ടാകുന്ന തരത്തിലാണ് പഞ്ചായത്തിന്റെ ഭരണ ദൈനംദിനത മുന്നോട്ട് പോകുന്നത്. തുടർന്ന് പ്രതിപക്ഷ മെമ്പർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധ സമരത്തിനിടയിലൂടെ കടന്നുപോവാൻ ശ്രമിച്ച പഞ്ചായത്ത് ഭരണസമിതി അംഗം ജിനിത സുഭാഷ് നിലത്ത് വീണു. കോൺഗ്രസ് മെമ്പർമാർ തള്ളിയിട്ടതാണെന്നാരോപിച്ച് ജിനിത മണ്ണുത്തി പോലീസിൽ പരാതി നൽകി. എന്നാൽ ആരോപണം തെറ്റാണെന്നും ഉപരോധ സമരത്തിനിടയിലൂടെ കടക്കാൻ ശ്രമിച്ച ജിനിത സ്വയം നിലത്ത് വീഴുകയാണ് ഉണ്ടായതെന്നും വീഴുന്ന സമയം ജിനിതയുടെ കൈവശമുണ്ടായിരുന്ന ചൂടുവെള്ളം തങ്ങളുടെ ദേഹത്ത് തെറിച്ചുവെന്നും ഇത് ക്യാമറാ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. ജിനിത വീണതിനെ തുടർന്ന് കോൺഗ്രസ് അംഗം മിനി വിനോദിന് കാലിന് പരിക്കേറ്റുവെന്നും കോൺഗ്രസ് പ്രവർത്തകരും ആരോപിച്ചു. പരിക്കേറ്റ മിനി വിനോദ് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. തന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചുവെന്ന് കാണിച്ച്
മിനി വിനോദും മണ്ണുത്തി പോലീസിന് പരാതി നൽകി. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ DCC സെക്രട്ടറി ML ബേബി, ES അനിരുദ്ധൻ, ജിത്ത് ചാക്കോ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിനോദ്, TP മാധവൻ, ദീപ അനീഷ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഭരണസമിതി യോഗത്തിൽ നിന്നും ഒരു പ്രകോപനവുമില്ലാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നടത്തിയ പ്രതിഷേധം ശരിയായ നടപടിയല്ലെന്ന് നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത്. പഞ്ചായത്തിലെ വികസന പ്രവൃത്തികൾ നടക്കുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും ശരിയല്ല. നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നു വരികയാണെന്നും AE സ്ഥലം മാറിപ്പോയത് മൂലം പുത്തൂർ പഞ്ചായത്തിലെ AEക്ക് പകരം താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. സ്ഥിരമായി AEയെ ലഭ്യമാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഗ്രാമസഭ കഴിഞ്ഞ് ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് അംഗീകരിക്കുന്നതുമായി സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു. പ്രകോപനമില്ലാതെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഗ്രാമസഭ മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതെ മെമ്പർമാർ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വികസന വിരോധം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് വലിയ ലഹള പുറപ്പെടുവിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന് നടുവിലെ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ചെറുതായി കണ്ടിരുന്ന വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചത് ആശങ്ക ഉയർത്തുന്നു. നിലവിൽ ഈ പാലത്തിന് അടിഭാഗത്ത് പലയിടങ്ങളിലായി കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. റോഡുകളിലെ വിള്ളലും പാലത്തിന്റെ അടിയിലെ ശോചനീയാവസ്ഥയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിലും മറ്റു നടപടിയിലേക്കൊന്നും കടന്നിട്ടില്ല. 500 മീറ്ററോളം നീളമുള്ള പാലത്തിലെ വിള്ളൽ വലിയ ആശങ്ക ഉയർത്തുന്നതായി പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു. ശക്തമായ മഴ തുടരുന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് ദിനംപ്രതി കൂടി വരുന്നതും പ്രതിസന്ധിയാണ്. പാലത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ പൊളിച്ചു പണിയുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കുന്നംകുളം. തൃശൂർ നഗരത്തിന്റെ വികസനം തടയാൻ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട ചില ഉന്നതരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും അടങ്ങിയ മാഫിയ സംഘത്തിന്റെ ഗൂഢാലോചനയുടെ തെളിവാണ് കെട്ടിട ബലക്ഷമതാ സർട്ടിഫിക്കറ്റുകളെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. കേരളത്തിലെ മറ്റു ജില്ലകൾ കാലത്തിനനുസരിച്ച് അനുസ്യൂതം വികസിക്കുമ്പോൾ തൃശൂർ നഗരഹൃദയത്തെ പഴഞ്ചൻ കെട്ടിടങ്ങൾ മാത്രം അടങ്ങിയ പ്രേത നഗരമായി നിലനിർത്തി വളർച്ച തടഞ്ഞ് ഭൂമി ചുളുവിലയ്ക്ക് സ്വന്തമാക്കാനാണ് മാഫിയയുടെ നീക്കം. യുനെസ്കോയുടെ പൈതൃക നഗരമായും ലേണിംഗ് സിറ്റിയായും അംഗീകരിക്കപ്പെട്ട തൃശൂരിന്റെ വികസനം തടയുന്ന മാഫിയ സംഘത്തിനെതിരെ വിപുലമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കാനും തൃശൂരിനെ പ്രേത നഗര പദവിയിൽ നിന്ന് മോചിപ്പിക്കാനും സേവ് തൃശൂർ എന്ന പേരിൽ ബൃഹത്തായൊരു പോരാട്ടത്തിന് തുടക്കമിടുമെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചാലക്കുടി മേലൂരിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മയുടെ 40,000 രൂപ നഷ്ടപ്പെട്ട സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. ഗൂഗിൾ പേ വഴി 40,000 രൂപ തട്ടിയെടുത്ത ആളുകളെ കണ്ടെത്തുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആദ്യ നടപടി. പോലീസ് വേഷത്തിൽ വീട്ടമ്മയുമായി വീഡിയോ കോളിൽ ബന്ധപ്പെട്ട ആളുകളുടെ നമ്പറും അന്വേഷിക്കുന്നുണ്ട്. വേലൂർ കുവക്കാട്ടുകുന്നിൽ ട്രീസയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇവർ ഗൂഗിൾ പേ നമ്പറുകളിലേക്ക് പണം അയച്ചത്. ബാങ്ക് അക്കൌണ്ടിലുള്ള 2,60,60,000 രൂപയും അയച്ചു കൊടുക്കണമെന്നായിരുന്നു
പോലീസ് വേഷത്തിൽ പരിചയപ്പെടുത്തിയ തട്ടിപ്പുകാർ ഹിന്ദിയിൽ സംസാരിച്ചത്. ഇത്രയും തുക ബാങ്ക് വഴി അയക്കാനുള്ള സാങ്കേതിക തടസ്സമാണ് ഒരു പരിധിവരെ ട്രീസയ്ക്ക് അനുഗ്രഹമായത്. 40,000 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ ഇവർ അയൽക്കാരോട് വിവരം പറയുകയും പിന്നീട് കൊരട്ടി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് നൽകുന്ന സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കുന്നതിനാണ് പുരസ്കാരം. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. മാലിന്യ സംസ്കരണം, ജൈവ വൈവിധ്യ സംരക്ഷണം, ജലസംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവ മാനദണ്ഡമാക്കിയാണ് പുരസ്കാരം നിർണയിച്ചത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളെന്നും കുറ്റപത്രത്തിലുണ്ട്. 2 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ലൈംഗിക അധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പും ചുമത്തി. സമൂഹമാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ ഇയാൾ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളും നടിയുടെ രഹസ്യമൊഴിയും സാക്ഷിമൊഴികളും നിർണായകമാണ്. നടിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിസാം പരോളിൽ പുറത്തിറങ്ങി. വിയൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന നിഷാമിന് ആദ്യമായി ലഭിക്കുന്ന പരോളാണിത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കം തീർക്കുന്നതിന് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് വ്യവസ്ഥകൾ തീരുമാനിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. കുറ്റകൃത്യം നടന്ന പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്, എല്ലാ ദിവസവും വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, സ്റ്റേഷൻ പരിധി വിട്ട് പോകരുത് തുടങ്ങിയ നിബന്ധനകളായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിച്ചാണ് ഹൈക്കോടതി നിസാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചത്. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം. ഓഫീസിന്റെ മുൻഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. അലമാരകളുടെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയതായി ജീവനക്കാർ പറഞ്ഞു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡിൽ കുഴിയെടുത്തതിനെ തുടർന്ന് യാത്രാ ദുരിതത്തിലായി നാട്ടുകാർ. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പ്രധാന പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് തച്ചപ്പള്ളി റോഡിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് കുഴിച്ചത്. മഴ പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണിപ്പോൾ. ഞങ്ങൾ അവരോട് റോഡ് പൊളി തുടങ്ങിയപ്പോൾ പറഞ്ഞ് മഴ കാരണം ഇവിടെ പൊളിക്കണ്ട, അതൊന്നും പറ്റൂല, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം തന്നെ പൊളിച്ച് പണിയണം. വാട്ടർ അതോറിറ്റിയിൽ പൈസ അടയ്ക്കാത്തതിന്റെ പേരിലാണ് ഇത്രയും നാൾ നീണ്ടുപോയത്. ഇപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ അടച്ചേക്കുന്നത്. അത് ഈ 1 മാസം കൊണ്ട് പൊളിച്ച് കൊടുത്തില്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടൂല എന്നാണ് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വണ്ടി ഓട്ടോറിക്ഷ കുഴിയിലും ചെളിയിലും ഇട്ട് ഓടിച്ച് വളരെ ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 വീലറിന് വരുന്ന പെൺകുട്ടികൾ വീഴുകയും 15 ദിവസം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും കഷ്ടപ്പെടുന്നു. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി മാറിയിരിക്കുകയാണ്. പുല്ലൂറ്റ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പൈപ്പ് സ്ഥാപിക്കലാണ് നടന്നുവരുന്നതെന്ന് വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ പറഞ്ഞു. നമ്മൾ ഏറെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്താണ് അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിരന്തരമുണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ, ആ പൊട്ടലിനൊരു പരിഹാരം കൂടിയാണ് അത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റീസ്റ്റോറേഷൻ പരിപാടികൾ ഉടനെ തന്നെ, ഈ മഴ ഒന്ന് ശമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് പരിഹരിക്കാനുള്ള നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ കൗൺസിൽ എന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ള നഗരസഭയും അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്ത റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിനയചന്ദ്രൻ അറിയിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
സീനിയർ ജേർണലിസ്റ്റ് ഫോറം നാഷണൽ കോൺഫറൻസിന്റെ സംസ്ഥാന വിളംബരം തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്നു. പി ബാലചന്ദ്രൻ MLA വിളംബരം ഉദ്ഘാടനം ചെയ്തു. ഫോറം സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, സംസ്ഥാന സെക്രട്ടറി ഫ്രാങ്കോ ലൂയിസ്, തൃശൂർ ജില്ലാ സെക്രട്ടറി ജോയ് M. മണ്ണൂർ, വൈസ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഹക്കീം നട്ടാശ്ശേരി, ഹരിദാസൻ പാലായിൽ, ജോയിന്റ് സെക്രട്ടറി K. കൃഷ്ണകുമാർ, നേതാക്കളായ ശശി സരിത വർമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 20-21 തീയതികളിൽ തിരുവനന്തപുരത്താണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രഥമ ദേശീയ സമ്മേളനം. ഗുരുവായൂർ തെക്കേ നടയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ എളവള്ളി കുഴിക്കണ്ടത്തിൽ സനിൻ, കാരക്കാട് കൊങ്ങണം വീട്ടിൽ നിഹാൽ, ഓട്ടോ ഡ്രൈവർ തയ്യിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. യാത്രക്കാരുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ പഞ്ചാരമുക്ക് ഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റവരെ പോലീസ് ജീപ്പിൽ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങൾക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ സംരക്ഷണവുമായി രംഗത്ത്. കൂടുതൽ കുളവെട്ടി മരത്തൈകൾ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് എളവള്ളി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾ പുതിയ പദ്ധതി തയ്യാറാക്കി. വിത്ത് പാകിയും മുളപ്പിക്കുന്നതിനേക്കാൾ വേഗതയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നഴ്സറി സൃഷ്ടിക്കാനായാണ് പദ്ധതി. കുളവെട്ടി മരത്തിന്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുക്കുന്ന നഴ്സറിയുടെ പ്രവർത്തന ഉദ്ഘാടനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി അധ്യക്ഷയായി. പ്രൊഫസർ TV ആൻഡോ, പ്രശാന്തി ജിജീഷ്, MR രാജു എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ കുന്നംകുളം കലശമലയിലാണ് കൂടുതൽ കുളവെട്ടി മരങ്ങളുള്ളത്. എളവള്ളിയിലെ കണിയാംതുരത്തിൽ 40 കുളവെട്ടി മരങ്ങളാണ് ഉള്ളത്. പ്രൊഫസർ CM മധുവിന്റെ നന്മ നൽകുന്ന പ്രതീക്ഷകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്നു. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അശോകൻ ചെരുവിൽ നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. P ബാലചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CN ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രശേഖരൻ കർത്തയ്ക്ക് പാക്കനാർ സംസ്ഥാന പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിക്ക് റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4.5 കോടിയുടെ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിച്ചത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേന്ത്രക്കായും പച്ചക്കറിയും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന കർഷക കൂട്ടായ്മയെ മാറിയിരിക്കുകയാണ്. 350ഓളം കർഷകരാണ് സമിതിയിലെ അംഗങ്ങൾ. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1069 ടൺ ഉൽപ്പന്നങ്ങളാണ് കർഷകർ ഉൽപ്പാദിപ്പിച്ച് സമിതിക്ക് കീഴിലെ സ്വാശ്രയ ചന്തയിലൂടെ വിൽപ്പന നടത്തിയത്. 22 ഇനങ്ങളിലായുള്ള 793 ടൺ പഴവർഗ്ഗങ്ങളും 42 ഇനങ്ങളിലുള്ള 243 ടൺ പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുന്നു. ആകെ വിറ്റുവരവുള്ള 4,40,51,859 രൂപയിൽ 89 ലക്ഷത്തോളം രൂപയുടെ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് സമിതിയിലെ 3 കർഷകരാണ്. മുരുക്കുങ്ങൽ ഗ്രൂപ്പിലെ PB ജിജേഷ്, KJ ആൻഡു, താളുപ്പാടത്തെ KA ജോമോൻ എന്നിവരാണ് മണ്ണിൽ പൊന്നു വിളയിച്ചത്. സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ ഇവരെ പ്രത്യേകം ആദരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദനം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ വിറ്റുവരവുണ്ടാക്കാൻ സമിതിക്ക് കഴിയുമായിരുന്നുവെന്ന് ഭാരവാഹികൾ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയും കടുത്ത ചൂടും പച്ചക്കറിയുടെയും നേന്ത്രക്കായുടെയും ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. TCV ന്യൂസ്, കൊടകര. വീടിനുള്ളിൽ യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മരുതൂർ വീട്ടിൽ 23 വയസ്സുള്ള ആകാശാണ് മരിച്ചത്. നാട്ടുകാർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തൃശൂർ നായ്ക്കനാൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബട്ടീസ് സീബ്ര അഴിച്ചുമാറ്റിയത് കാഴ്ച പരിമിതരടക്കമുള്ള കാൽനട യാത്രികർക്ക് ദുരിതമാകുന്നു. ഏറെ തിരക്കുള്ള നായ്ക്കനാൽ സിഗ്നൽ ജംഗ്ഷനിൽ കാഴ്ച പരിമിതർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ സ്ഥാപിച്ച ബട്ടീസ് സീബ്രയാണ് പൂരത്തോടനുബന്ധിച്ച് അഴിച്ചുമാറ്റിയത്. എന്നാൽ ഇതുവരെയും അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇത് കാഴ്ച പരിമിതർക്ക് മാത്രമല്ല മറ്റ് കാൽനട യാത്രികർക്കും ദുരിതമായി മാറുകയാണ്. ചുവന്ന സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞാലും വാഹനങ്ങൾ നിർത്താതെ പോകുന്ന സാഹചര്യത്തിൽ ഉയർന്ന ശബ്ദമുള്ള ബട്ടീസ് സീബ്ര അടിയന്തരമായി പുനഃസ്ഥാപിക്കണം എന്നാണ് കാഴ്ച പരിമിതരടക്കമുള്ള കാൽനട യാത്രികരുടെ ആവശ്യം. തൃശൂർ ട്രാഫിക് പോലീസിലെ ഇൻസ്പെക്ടർ ബോബിയാണ് ഈ നൂതനാശയത്തിന് പിന്നിൽ. ഈ സിഗ്നൽ സംവിധാനം വിജയകരമായാൽ മറ്റ് സിഗ്നൽ പോയിന്റുകളിലും ശബ്ദ സംവിധാനത്തോടെയുള്ള ബട്ടീസ് സീബ്ര സ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മറ്റൊരിടത്തും ഇത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അതേസമയം ബട്ടീസ് സീബ്ര ഞായറാഴ്ച പുനഃസ്ഥാപിക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു.
തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന വുഷു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വുഷു അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. മലപ്പുറം, തൃശൂർ ജില്ലകളാണ് 2-3 സ്ഥാനങ്ങൾ നേടിയത്. വിജയികൾക്ക് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ വുഷു അസോസിയേഷൻ പ്രസിഡന്റ് KL മഹേഷ്, ചീഫ് കോച്ച് MV സന്ദീപ് എന്നിവർ സെക്കൻഡ് റണ്ണറപ്പിനുള്ള സമ്മാനം ഏറ്റുവാങ്ങി. ചൈനീസ് കിക്ക് ബോക്സിംഗ് ആയ വുഷുവിന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇതാദ്യമായാണ് തൃശൂരിൽ നടന്നത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,090 രൂപ, പവന് 72,720 രൂപ. വെള്ളി ഗ്രാമിന് 113 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,596 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കം. കൊലപാതകമെന്ന സംശയം. ശതാഭിഷേക നിറവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ. പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സര രംഗത്ത് നിന്ന് മാറിയതെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ വന്ന മാറ്റം ജനങ്ങളെ നേതാക്കളിൽ നിന്ന് അകറ്റിയതായും തേറമ്പിൽ. കേരള ലോട്ടറി ടിക്കറ്റ് നിരക്കും സമ്മാന ഘടനയും മാറ്റിയത് തിരിച്ചടിയാകുന്നു. ടിക്കറ്റ് വിൽപ്പന കുത്തനെ കുറഞ്ഞതായി വിൽപ്പനക്കാർ. ലോട്ടറി വിൽപ്പന മേഖല പ്രതിസന്ധി. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് അനുകൂല തീരുമാനം വന്നതോടെ ഗുരുവായൂരിലും പ്രതീക്ഷയുടെ ചൂളംവിളി. ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാകാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുമെന്ന് പ്രതീക്ഷ. തൃശൂർ മൃഗശാലയുടെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല. നടത്തറ പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് മെമ്പർമാർ ഉപരോധിച്ചു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഉപരോധ സമരത്തിനിടെ ഭരണസമിതി അംഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടതായി പരാതി. ആരോപണം തെറ്റാണെന്നും സ്വയം നിലത്ത് വീഴുകയാണ് ഉണ്ടായതെന്നും കോൺഗ്രസ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കടവലൂപ്പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് യാത്രക്കാർക്ക് ആശങ്കയ്ക്കിടയാക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.